നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അക്സാനാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട അക്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം. SNDP യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിനെതിരെ കോലം കത്തിച്ചും കരിയോയിലൊഴിച്ചും പ്രതിഷേധം. കാർഷിക മുന്നേറ്റത്തിന് കരുത്തു പകർന്ന് മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷകരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. കൃഷിക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് കമ്പനി വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അക്സാനാണ് അപകടത്തിൽപ്പെട്ടത്. 9 പേരടങ്ങുന്ന സംഘം കല്ലടയാറ്റിൽ കുളിക്കാൻ എത്തിയതായിരുന്നു. ഒഴുക്കിൽപ്പെട്ട അക്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. ആറ്റിലിറങ്ങിയ അഹ്സാൻ ഒഴുക്കിൽപ്പെട്ട് കയത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് ഒഴുകിപ്പോകുന്നത് കണ്ട സുഹൃത്തുക്കളാണ് അഹ്സാനെ രക്ഷപ്പെടുത്തിയത്. പരുത്തി SNHS സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അഹ്സാൻ. അഹ്സാനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു നിത്യസംഭവമായി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുകയാണ്. ഇവിടെ ഈ അടുത്ത സമയത്ത് തന്നെ ആ ഓണത്തിൻ്റെ അടുക്ക പരന്നൂരിൽ നിന്ന് പയ്യൻ വീണ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച 3 പെൺപിള്ളേർ വന്ന് വീണ്. അതിന് നാട്ടുകാരെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഈ പഠിക്കുന്ന കൊച്ചാണെന്ന് +2 പഠിക്കുന്ന കൊച്ചാണെന്ന് പറയുന്നു. അതിന് നാട്ടുകാരൊക്കെ കൂടി എന്തായാലും രക്ഷപ്പെടുത്തി. വെള്ളം ഒരുപാട് കുറഞ്ഞെടുക്കുന്നെങ്കിൽ എങ്കിലും ഈ ഇവിടെ വന്ന ആൾക്കാർ പാചകവും ചെയ്തുള്ള കഴിപ്പും മദ്യപാനവും അതാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ കൊച്ചുങ്ങളൊന്നും മദ്യവെച്ചിട്ടില്ലെന്ന് ആരും കുടിച്ചിട്ടില്ല. ഇവിടത്തെ ഈ വേപ്പം തീറ്റി എല്ലാം മതിയാക്കിക്കണം. അമ്മക്ക് അതേ ഉള്ളു. നമ്മൾ ആറ്റി ചെന്നാൽ അമ്മക്ക് കുളിക്കാൻ പറ്റത്തില്ല, അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേർ നമ്മളെ അടിക്കാൻ വരക്കോണ്, ചീത്ത വിളിയാണ്, ബഹളമാണ്. അതെല്ലാം ഒന്നും നിർത്തലാക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അക്സാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. നിരവധി അപകടങ്ങൾ സംഭവിച്ച ഭാഗത്താണ് അക്സാനും സുഹൃത്തുക്കളും കുളിക്കാനിറങ്ങിയത്. കഴിഞ്ഞ വർഷം 4 പേരാണ് ഈ പ്രദേശത്തെ കയത്തിൽ മുങ്ങി മരിച്ചത്. ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർഷിക മുന്നേറ്റത്തിന് കരുത്തു പകർന്ന് മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷകരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും മുതിർന്ന കർഷകരെയും മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദരിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും മുതിർന്ന കർഷകരെയുമാണ് മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദരിച്ചത്. കൊല്ലം പ്രസ് ക്ലബിൽ ചേർന്ന യോഗം തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി നെടുമ്പന ശിവൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിലെത്തിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താനുമുള്ള കമ്പനിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ചടങ്ങിൽ വിശദീകരിച്ചു. ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുവാൻ അനിൽജി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മുഖത്തല ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ജനപ്രതിനിധികളും കർഷകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. മേഖലയിലെ കാർഷിക പാരമ്പര്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കമ്പനി ചെയർമാൻ ഡോക്ടർ അനിലസ് പിള്ള അധ്യക്ഷത വഹിച്ചു. മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യേണ്ടത് 2000 രൂപയാണ് മെമ്പർഷിപ്പ് ഫീ. 2000 രൂപ അടയ്ക്കുന്ന ഒരു കർഷകൻ പലവിധ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക പെൻഷൻ തൊട്ട് എല്ലാവിധ ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. 5 മിനിസ്ട്രീസ് ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അഗ്രികൾച്ചർ മിനിസ്ട്രി, ഫിഷറീസ് മിനിസ്ട്രി, ഡയറി, ഇതെല്ലാം വരുന്ന 5 മിനിസ്ട്രീസിന്റെ എല്ലാവിധ സംവിധാനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മളുടെ നാട്ടിൽ, നമ്മുടെ ബ്ലോക്കിൽ, മുഖത്തല ബ്ലോക്ക് എന്നുള്ളത് 5 പഞ്ചായത്ത് കൂടുന്ന മുഖത്തല ബ്ലോക്കിൽ ഇത് പ്രായോഗികമായിട്ട് കൃഷി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഭാരതത്തിന്റെ ഘടനയിൽ നോക്കിക്കഴിഞ്ഞാൽ കർഷകരാണ് നമ്മുടെ നാടിനെ നിലനിർത്തിയിരുന്നത്.
ഞെട്ടയിൽ ഏലാസമിതി പ്രസിഡന്റും സെക്രട്ടറിയുമായ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, ചന്ദ്രമോഹൻ മുഖത്തല, രവീന്ദ്രൻ പിള്ള, സുദർശനൻ, KR അമ്പിളി, രതീഷസ്, ജ്യോതിലാൽ, അനീഷ്, അഖിൽ, റോഷ്നി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദിവ്യാംഗമിത്ര സദസ്സും ജനപ്രതിനിധികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. സക്ഷമ കരുനാഗപ്പള്ളി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സക്ഷമ കരുനാഗപ്പള്ളി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിവ്യാംഗമിത്ര സദസ്സ് സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ പരിപാടിയിൽ ആദരിച്ചു. മെഡിക്കൽ സെൽ സംസ്ഥാന കൺവീനർ ഡോക്ടർ P. ബിജു സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മാതാവ് അനുഭവിക്കുന്ന അമിത സംഘർഷങ്ങൾ കുട്ടികളിൽ ഓട്ടിസം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ അധ്യാപക തസ്തികയിൽ കയറിയത് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആ അധ്യാപകരായിട്ട് ആ തസ്തിക ഫില്ല് ചെയ്യാനായിട്ട് ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ ആ രീതിയിൽ അവരെ പഠിച്ചെടുക്കാൻ ഒത്തിട്ടില്ല. ചില ആൾക്കാർ പഠിച്ചവർക്കെല്ലാം ജോലി. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പുതുതായി ജനിക്കുന്ന കുട്ടികളെ കൂടുതലായി ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വൈകല്യം സംഭവിച്ച കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അത്തരം പദ്ധതികളിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ സക്ഷമയ്ക്കേറെ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ സക്ഷമയെ പറ്റി പറയുകയാണെങ്കിൽ സക്ഷമ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ വീട്ടിലും നിങ്ങളെ കരുനാഗപ്പള്ളിയിൽ ഏത് ഫാമിലിയിൽ എടുത്താലും ഒരു ദിവ്യാംഗ പ്രശ്നമുള്ള കുട്ടിയുണ്ട്. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BJP ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് പ്രസിഡന്റ് മണി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, ജില്ലാ മഹിളാ പ്രമുഖ് അഞ്ജന, ഉണ്ണികൃഷ്ണൻ, പ്രമോദ്, വസന്ത, മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. അമർച്ച ചെയ്യാൻ നോക്കണ്ട, ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ, അതാണ് ഈ വെള്ളാപ്പള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വർഗീയവാദികളുടെ ആസൂത്രിത ഗൂഢനീക്കങ്ങൾക്കെതിരെയാണ് SNDP യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഗൂഢനീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിലൊഴിക്കുന്നവർക്ക് പാരിതോഷികം കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന സമൂഹത്തിന് അപകടകരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ ഈഴവ സമുദായത്തിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കിട്ടാതെ വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് ഈ സംഘടിത ശക്തികൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വർഗീയവാദിയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില മാധ്യമങ്ങളും അതിന് പങ്കാളികളായിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ട ഒറ്റ കാര്യം, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് ആ ജില്ലയിലും അതിനടുത്തുള്ള വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ കോളേജുകൾ അനുവദിച്ചപ്പോൾ ആ കോളേജുകളെല്ലാം ആ ഒരു സമുദായത്തിൻ്റെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം നിന്നു. അവിടെ SNDP യോഗം ഈ കേരളത്തിലെ 27% ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന സംഘടനയാണ് SNDP യോഗം. ഈ 3 ജില്ലകളിൽ ഈ സമുദായത്തിന് ഒരു കോളേജില്ല, ഒരു സ്കൂളില്ല എന്നുള്ള വിഷയം പറഞ്ഞപ്പോഴാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വർഗീയവാദിയായി ഇവരുടെ മുന്നിൽ അവർ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ശാരീരിക ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും അതിന് പണം കൊടുക്കുമെന്നുമുള്ള ജില്ലാ നേതാവിന്റെ കൊട്ടേഷൻ പിൻവലിച്ച് ഉടൻ മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ ഓർമ്മിപ്പിച്ചു. പല പല പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളും അതുകൂടാതെ ചില ചാനലുകളിലും പ്രവർത്തിക്കുന്ന മതേതരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദികൾ ആക്ഷേപിക്കുകയും കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മോചനം നേടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും ഒരു വർഗീയ കലാപം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ട്രോള് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മൊബൈലിൽ കൂടി വരുന്നത്. ഭരണിക്കാവ് ദേവീക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന് സമീപം കരിയോയിലൊഴിച്ചുള്ള കോലം കത്തിക്കലോടെ സമാപിച്ചു.
കുന്നത്തൂർ യൂണിയൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി റാം മനോജ് അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വി ബേബികുമാർ, അഡ്വക്കേറ്റ് സുധാകരൻ, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ ആർ പ്രേംഷാജി, നെടിയവിള സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ശാഖ യൂണിയൻ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 100ഓളം നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസ് തുടർ നടപടിക്കായി 17-ന് പരിഗണിക്കും. കേസിൽ കുറ്റപത്രം നൽകാനുണ്ടായിരുന്ന 2 പേർ മരിച്ചു. ആകെ 15 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ മരണപ്പെട്ടത്. ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത്. പുറ്റിങ്ങൽ വെടിക്കെട്ടപകട കേസ് 17ലേക്ക് തുടർ നടപടിക്കായി മാറ്റി. കുറ്റപത്രം നൽകാനുണ്ടായിരുന്ന പ്രതികളിൽ 2 പേർ മരിച്ചു. 31-ാം പ്രതി ചിറയൻകീഴ് വെള്ളാണിക്കൽ ചെമ്പുകുഴി രേഷ്മാഭവനിൽ രവി, 47-ാം പ്രതി വെട്ടൂർ വലിയന്റെകുഴി ഇഞ്ചയിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ കേസിൽ മരിച്ച പ്രതികളുടെ എണ്ണം 15ആയി. ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത്. അർബുദബാധിതനായി ഗുരുതരാവസ്ഥയിലായിരുന്നു രവി. കുഞ്ഞുമോനെ വർക്കലയിൽ ഭാര്യ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കാൻ പ്രതിഭാഗം സാവകാശം തേടി. 28-ാം പ്രതി ജോസഫാണ് ഇനി കുറ്റപത്രം കൈപ്പറ്റാനുള്ളത്. തീവണ്ടി അപകടത്തെ തുടർന്ന് വലതുകാൽ മുട്ടിനു മുകളിൽ മുറിച്ചുമാറ്റിയ ജോസഫ് ശിവകാശിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതിയെ 17-ന് ഹാജരാക്കാമെന്ന പുറ്റിങ്ങൽ പ്രത്യേക കോടതി ജഡ്ജി MC ആന്റണി മുൻപാകെ പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച 30-ാം പ്രതി അടൂർ സ്വദേശി അനുരാജിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. പ്രതിയെ പിടികിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി മുഖേന മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും നോട്ടീസ് പതിക്കും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP ജബ്ബാർ, അമ്പിളി ജബ്ബാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP യോഗം കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിലും യൂത്ത് കോൺഗ്രസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SNDP യോഗം ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. SNDP യോഗ ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിന്നക്കട ശങ്കർ സ്ക്വയറിൽ സമാപിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ വാളെടുക്കുന്നവരാണ് യഥാർത്ഥ വർഗീയവാദികളെന്നും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആസൂത്രിതമായ ഗൂഢനീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും SNDP യോഗം കൊല്ലം യൂണിയൻ കൗൺസിൽ പോഷക സംഘടന ശാഖാ ഭാരവാഹികൾ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം വ്യക്തമാക്കി. പ്രതിഷേധ യോഗം കൗൺസിൽ അംഗം P സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വഹിക്കുന്ന സ്ഥാനത്തോട് 100% നീതി പുലർത്തുന്നതുകൊണ്ടാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിന്റെ അഭിനവ ചാതുർവർണ്ണ്യം തുറന്നു കാട്ടുന്നതെന്ന് യോഗം കൗൺസിലർ P സുന്ദരൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ അവരുകൾ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ സംഘടനയെയും നമ്മുടെ നേതാവിനെയും കോർണർ ചെയ്ത് വളരെ മോശക്കാരനായും ഇവിടെ ജാതി വിദ്വേഷത്തിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും മ്ലേച്ഛമായ ഭാഷയിൽ യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ, സെക്രട്ടറി N രാജേന്ദ്രൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് കുഞ്ഞുകൃഷ്ണൻ, ബോർഡ് അംഗം AD രമേശ്, യൂണിയൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് K ധർമ്മരാജൻ, B വിജയകുമാർ, പുണർദം പ്രദീപ്, B പ്രതാപൻ, നേതാജി B രാജേന്ദ്രൻ, ബോർഡ് അംഗങ്ങൾ, ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന പരിപാടി ആവിഷ്കരിക്കും. പ്രാദേശിക തലത്തിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. വിഷൻ 2031 ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന ജെൻഡർ ക്യാമ്പയിനാണ് ഉയരെ ഉയരട്ടെ കേരളം വളരട്ടെ പങ്കാളിത്തം. സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, മാനസിക മേഖലകളിലെ ഉന്നമനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ ജെൻഡർ ക്യാമ്പയിൻ ചേതന 4.0യുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലിംഗസമത്വം, ലിംഗനീതി എന്നിവ ഉറപ്പാക്കുന്നതിന്, പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് പൊതുയിടങ്ങളിൽ ജെൻഡർ പ്രതിജ്ഞ, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ പ്രചാരണം, ബോധവൽക്കരണ ക്ലാസുകൾ, പോസ്റ്റർ രചന എന്നിവ നടത്തും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വലിയ സാധ്യതയാണ്. ഇത്രയേറെ
സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാന ലോകം ചിട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇന്ന് ഞങ്ങള് വെളിയത്ത് 2 പരിപാടികളുണ്ടായിരുന്നു. അതിലൊന്ന് കുടുംബശ്രീയുടെ പരിപാടിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 100 സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം കൊടുത്തു. തയ്യൽ എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി ഉൾപ്പെടെ തയ്ക്കാനും എംബ്രോയിഡറി ഉൾപ്പെടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനു ബിനോദ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുമാലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, വൈസ് പ്രസിഡന്റ് NS സജീവ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജെ മിനിമോൾ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ജനഹിതം തേടി സർക്കാർ. കൊല്ലം ജില്ലാതല വിവരശേഖരണത്തിന് തുടക്കമായി. നവകേരള സൃഷ്ടിക്കായുള്ള ജനഹിതം തേടുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ വിവരശേഖരണത്തിനായുള്ള ഭവന സന്ദർശനത്തിനാണ് തുടക്കമായത്. കൊട്ടാരക്കര മണ്ഡലത്തിലെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചറുടെ വസതിയിൽ മന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ വിവരശേഖരണത്തിന് തുടക്കം കുറിച്ചു. സന്നദ്ധ സേനാംഗങ്ങൾ വീടുകൾ തോറുമെത്തി നവകേരള സൃഷ്ടിക്ക് നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്ന പരിപാടിയാണിത്. ഒരു വാർഡിൽ 4 സന്നദ്ധ കർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് വിവരശേഖരണം നടത്തുന്നത്. ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന്റെ വിവിധ വികസന പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിലാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും, കേരളത്തിലാകെ എല്ലാ സ്ഥലത്തും വീടുകളിലേക്ക് വോളണ്ടിയർമാർ പോകും. പോയിട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അവർക്ക് എല്ലാം അറിയണമെന്നില്ല. അപ്പം കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ അവർക്ക് സഹായകരമായ കാര്യം ഇൻഫർമേഷൻ കിട്ടും. പലപ്പോഴും അവർക്ക് അറിയത്തില്ല ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. പലപ്പോഴും ഈ കാര്യങ്ങൾ പലതും ഉള്ളത് അറിയത്തില്ല. നമ്മുടെ അടുത്ത് വന്ന് ഇന്ന ആവശ്യമുണ്ടെന്ന്, ആ ആവശ്യമില്ല ഇന്ന കാര്യം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാവും. അതുപോലെ ഇനിയിപ്പോൾ അവർ ചില നിർദ്ദേശങ്ങൾ കാണും. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താലേ ഈ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഇന്ന കാര്യം ചെയ്താൽ നല്ലതാണെന്നൊരു അഭിപ്രായമാണ്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നാൽ ചില കാര്യങ്ങൾ ഓരോ മേഖലയിലുമുള്ള കാര്യങ്ങൾ അറിയുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതിന് വോളണ്ടിയർമാരായിട്ടുള്ള ഇവരാണ് വോളണ്ടിയർമാർ. ഇവിടുത്തെ വെളിയം പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് എല്ലാ സ്ഥലത്തും ഓരോ വാർഡിലും 4 വോളണ്ടിയർമാരുണ്ട്. അവരെല്ലാ വീട്ടിലും പോകും. അവിടെ നിന്നുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അത് അറിയിക്കും. ഗവൺമെൻറ് ശ്രദ്ധ വരും, ക്രോഡീകരിച്ച് കൊടുക്കും. തുടർന്ന് സമീപത്തെ ഞായപ്പള്ളി ഉന്നതി സന്ദർശിച്ചു. ജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഫോക്കസ് ഗ്രൂപ്പുകളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗമായാണ് ഉന്നതി സന്ദർശിച്ചത്. ഞായപ്പള്ളി ഉന്നതിയിലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും മന്ത്രിയും ജില്ലാ കളക്ടറും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടി പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീടുകളിലെല്ലാം സന്ദർശിക്കുന്നത്. അത് ജില്ലയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബ്ലോക്കുകളിലും ഇതിനാവശ്യമായിട്ടുള്ള ഓർഗനൈസേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പരിശീലനം കൊടുക്കുന്നതോടുകൂടി ഈ കർമ്മസേനാംഗങ്ങൾക്കൊക്കെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിലവിലെ വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ശേഖരിക്കുക, സമൂഹത്തിന്റെ നാനാതരത്തിലും ആവശ്യകതയ്ക്കനുസരിച്ച് വികസനങ്ങൾ ലഭ്യമായോ എന്ന് ഉറപ്പാക്കുക, പുതിയ തൊഴിലവസരങ്ങൾ, വികസന പദ്ധതികളിൽ ജനകീയാഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. വീടുകളിലെത്തിയുള്ള വിവരശേഖരണം ഫെബ്രുവരി 28 അവസാനിക്കും. ജില്ലാ കളക്ടർ N ദേവിദാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RS അരുൺബാബു, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് R പ്രേമചന്ദ്രൻ, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S രേഖ, വെളിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ദിലീപ് കുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഭിലാഷ്, സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗങ്ങളായ P അനിൽകുമാർ, R വിമൽചന്ദ്രൻ, കൊട്ടാരക്കര മണ്ഡലം ചാർജ് ഓഫീസർ C ശങ്കരപിള്ള, കർമ്മസേനാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെളിയം കുടുംബശ്രീ സംരംഭക പരിശീലകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയം കുടുംബശ്രീ സംരംഭക പരിശീലകർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. മന്ത്രി KN ബാലഗോപാൽ സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പാക്കി വരുന്ന സംരംഭക പരിശീലന പദ്ധതികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വെളിയത്ത് വിജ്ഞാന കേരളം പദ്ധതി വഴി നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അസാപ്പ് സ്കിൽ സെന്റർ മുഖേന 2 മാസക്കാല പരിശീലന പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനം നടത്തി 80 പേരല്ലേ ഇപ്പോൾ 100 പേരാണ് ആദ്യം പരിശീലനത്തിൽ വന്നത്. ഇനിയും കുറച്ച് പേർക്കൂടെ പരിശീലനം കൊടുക്കണം എന്നാണ് പറയുന്നത്. 100 പേര് പരിശീലനം നടത്തി. ഇപ്പൊ പരിശീലനം നടത്തിയത് ചെയ്യാൻ പറ്റുന്ന പരിശീലനം തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് തയ്ക്കുന്നതിനകത്ത് എംബ്രോയിഡറി ചെയ്യാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് കുറച്ച് 10 പിന്നെ ഒരു
100-150 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ ഇത്ര ചെയ്യാൻ പറ്റും. ഇതിനെ പ്രൊഫഷണലായി തൊഴിൽ പോലെ ചെയ്യുക എന്നുള്ളതിനാണ് ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തൊഴിലെന്ന നിലയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് എത്താൻ കൂടി പറ്റണം. നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. അതാണ് കുടുംബശ്രീയുടെ പദ്ധതികളൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ തയ്ച്ചിടാൻ പറ്റും, പക്ഷെ വിൽക്കണ്ടേ. അപ്പോൾ വിൽക്കുന്നതിന് ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന ആളെയും കൂടെ കണ്ടെത്തി നമ്മുടെ തയ്യൽ ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തിച്ച് കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉമേഷ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ, വെളിയം CDS ചെയർപേഴ്സൺ ശൈലജ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രിസം ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾ ആഘോഷമാക്കി. 600ഓളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലെ വിനോദങ്ങളിൽ പങ്കാളികളായി. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെയുടെ ലക്ഷ്യം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രിസം ചിൽഡ്രൻസ് ബിനാലെ കുട്ടികൾ ആഘോഷമാക്കി. 600ഓളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലെ വിനോദങ്ങളിൽ പങ്കാളികളായി. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെയുടെ ലക്ഷ്യം. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന DDAT, പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠന മേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബിനാലെ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും ആത്മവിശ്വാസം പകരുന്നതിനായി സ്വയം പ്രതിരോധ പരിശീലനങ്ങളും നൽകും. നമ്മുടെ ചിൽഡ്രൻസ് ബിനാലെ പ്രിസം DDAT കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചു. കളിമൺ, കരകൗശലം, ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, നൃത്തം, പെയിന്റിംഗ്, കാലിഗ്രഫി, രംഗോലി, കരാട്ടെ, കളരിപ്പയറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സംഗീതോപകരണങ്ങൾ, നാടകം, മാജിക് തുടങ്ങിയ 18ഓളം മേഖലകളിൽ ബിനാലെയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. 600ഓളം വിദ്യാർത്ഥികൾ ബിനാലെയിൽ പങ്കെടുത്തു. ചിൽഡ്രൻസ് ബിനാലെ ഏറെ പ്രയോജനകരമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വന്നപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റി. ഇപ്പം ഇവിടെ കരാട്ടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ക്ലബ്ബ് തന്നെ ജയ്ഭാരത് കരാട്ടെ ടീം തന്നെ ഇവിടെ കരാട്ടയ്ക്ക് പ്രാക്ടീസ് പെർഫോമൻസിനായിട്ട് വന്നു. അതുപോലെ തന്നെ കളരി ഫൈറ്റ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡാൻസ്, നാടകം എല്ലാം ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും കുട്ടികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേരൻസ് ആണെങ്കിലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, കുട്ടികൾ ഉൾപ്പെടെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതലും ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തിലൊക്കെയാണോ അവർക്ക് കഴിവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം കരാട്ടെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കളരി ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിലും അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അത് ചെയ്തു നോക്കുമ്പോൾ അവർക്ക് എത്ര കഴിവുണ്ട്, അത് അവർക്ക് എത്ര ബലപ്പെടുന്നു എന്നുള്ളത് അവർക്ക് അതിൻ്റെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ, ഇവിടെ വന്നിട്ട് ഞാൻ ആരും ഫോൺ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ കണ്ടില്ല. എല്ലാവരും ഓരോ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കരുനാഗപ്പള്ളി യൂണിറ്റ് പൊതുയോഗം നടത്തി. കുടുംബസഹായ ഫണ്ട് വിതരണവും നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കരുനാഗപ്പള്ളി യൂണിറ്റ് പൊതുയോഗവും ബിനു കൃഷ്ണൻ കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി നമുക്കൊരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ആനുകൂല്യങ്ങളുടെ തുടക്കം ചെയ്തത്. അതിനുശേഷം നമ്മുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കണം, ഒരു പെൻഷൻ പദ്ധതി രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവിധ പെൻഷൻ ഗ്രൂപ്പുകളെ അന്ന് അദ്ദേഹം സമീപിച്ചിരുന്നു. അന്ന് ബാബു കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ മാത്രം തുച്ഛമായ ഒരു തുക നൽകിക്കൊണ്ടാണ്. യൂണിറ്റ് പ്രസിഡന്റ് KR രതീഷ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതം പറഞ്ഞു. കുടുംബസഹായ ഫണ്ട് വിതരണം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അഥവാ AAWK എന്ന ഈ സംഘടന വർക്ക്ഷോപ്പുകളിലെ ജീവിത പ്രയാസത്തെ സംബന്ധിച്ചും ക്ലേശത്തെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ഓട്ടോമൊബൈൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഓട്ടോമൊബൈൽ രംഗത്ത് നൂതനമായ സാങ്കേതിക വിദ്യകൾ വളർന്നു വരികയും അതോടൊപ്പം അത്യന്താധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള വാഹനങ്ങളുടെ ഉൽപാദനവും അതിന്റെ വിപണനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ വാഹന പെരുപ്പത്തിന് ആനുപാതികമായി ഈ മേഖലയിലെ തൊഴിലവസരങ്ങളും ഗണ്യമായി കൂടുന്നു. വാർഡംഗം ഗിരീഷ്, സുശീലൻ, രവീന്ദ്രൻ, ബാബുരാജ്, മനോജ് കുമാർ, അയ്യപ്പൻ, ശ്രീജിത്ത്, മഞ്ജുനാഥ്, രാജു, രാജേന്ദ്രബാബു, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൊതുസമൂഹത്തിന്റെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ പോലീസ് എടുത്ത ശ്രമം അഭിനന്ദനാർഹമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രിസം ചിൽഡ്രൻസ് ബിനാലെ വി പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന DDAD, പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠന മേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തിവരുന്ന ഹോപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിച്ചത്. 16 സ്റ്റാളുകളിൽ നടന്ന പരിപാടികൾ മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. ഡിജിറ്റൽ അഡിക്ഷൻ സമൂഹത്തിൽ കൂടി വരികയാണ്. ഒരുമിച്ച് കൂടുന്നത് കുറഞ്ഞതാണ് ഡിജിറ്റൽ അഡിക്ഷൻ കൂടാൻ കാരണം. കലയ്ക്കും കായിക മേഖലയ്ക്കും ചിലവാക്കുന്ന പണം എന്നും പ്രയോജനകരമാണെന്നും മന്ത്രി പറഞ്ഞു. പോലീസിന് എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, പോലീസ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ്. അന്വേഷണവും കുറ്റാന്വേഷണവും ഒക്കെ വളരെ പ്രധാനമാണ്. കുറ്റകൃത്യങ്ങളെ തടയുന്നത് പ്രധാനമാണ്. സമൂഹത്തിന്റെ ആരോഗ്യം നന്നാവുകയാണെങ്കിൽ, മനസ്സിന്റെ ആരോഗ്യം നന്നായാലാണല്ലോ പൊതു ആരോഗ്യം നന്നാവുക. ഈ ആളുകൾക്ക് ആ മാനസികമായ ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തെ സംബന്ധിച്ച്. അപ്പൊ അതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിലെടുത്ത ഈ വലിയ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു മാതൃകയാക്കി സംസ്ഥാനത്ത് മറ്റു സ്ഥലങ്ങളിലും ഇതിനോടനുബന്ധമായി കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ചെയ്യാൻ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് കഴിയട്ടെ ആശംസിക്കുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ട്. കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ മുഴുവൻ വകുപ്പിൽ തന്നിട്ടുണ്ട്, ഇതിനൊന്നും ഒരു കുറവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, ഇത്രയും കൂടുതൽ വാഹനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ സമയം വേറെയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ ഫയലുകൾ വരുന്നത് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കൊന്നും 15 വാഹനങ്ങൾ ഒരു വർഷം 2 വർഷം മുഴുവൻ പഴയ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്തായിരുന്നു. 4 വർഷമായി എല്ലാ സ്ഥലത്തും പുതിയ വാഹനങ്ങൾ, ധാരാളം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് എല്ലാ വകുപ്പിലും ഇതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിന് സൗകര്യം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യത്തിൽ മുടക്കുന്ന പണം വേസ്റ്റ് അല്ല. ഇത്തരം പണം ഈ കുട്ടികളുടെ കാര്യത്തിനും പൊതുകാര്യത്തിനും ചെയ്യുന്ന പണം വേസ്റ്റ് അല്ല. M. നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം എസ്തർ അനിൽ മുഖ്യാതിഥിയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ IPS, അസിസ്റ്റന്റ് SP അമൃത, ACPമാരായ ഷെരീഫ്, പ്രദീപ് കുമാർ, ആശ്രാമം സന്തോഷ്, ഷജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അക്സാനാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട അക്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം. SNDP യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിനെതിരെ കോലം കത്തിച്ചും കരിയോയിലൊഴിച്ചും പ്രതിഷേധം. കാർഷിക മുന്നേറ്റത്തിന് കരുത്തു പകർന്ന് മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷകരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. കൃഷിക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് കമ്പനി വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.